കൂട്ടുകാർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലേക്ക് സ്നേഹവന്ദനം. മൂന്നാം ജെറുസലേം ദേവാലയം പണിയപ്പെടുമോ? മൂന്നാം ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത്. എബ്രായ പ്രവാചകന്മാരെല്ലാം അവസാന നാളുകളിൽ ഇസ്രായേൽ പ്രവാസികൾ വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി വരുമെന്നും ക്ഷേത്രം പുതുക്കി പണിയുമെന്നും പ്രഖ്യാപിച്ചു. എൻ്റെ വിശുദ്ധ മന്ദിരം അവരുടെ ഇടയിൽ എന്നേക്കുമുള്ളപ്പോൾ കർത്താവായ ഞാൻ ഇസ്രായേലിനെ വിശദീകരിച്ചിരിക്കുന്നു എന്ന് ജാതികൾ അറിയും. യെഹെസ്കേൽ 37 അധ്യായം 28 വചനം. ഈ അത്ഭുതകരമായിട്ടുള്ള അന്ത്യകാല സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി യഹൂദ ജനത പടിഞ്ഞാറൻ മതിലിലേക്ക് ഒഴുകുന്നു. അത് വിലാപ മതിൽ എന്ന് അറിയപ്പെടുന്നു. യഹൂദ ക്ഷേത്രത്തിൻ്റെ നാശത്തെക്കുറിച്ച് കൂടുതൽ വിലപിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിലേക്കും മൂന്നാം ക്ഷേത്രത്തിലേക്കും പ്രവാചകത്വപരമായുള്ള മടക്കം. പ്രവാസത്തിലായുള്ള എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ തിരികെ കൊണ്ടുവരും. അവർ നശിച്ച പട്ടണങ്ങൾ പുനർനിർമ്മിച്ച് അവയിൽ വസിക്കും. അവർ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യും. അവർ തോട്ടങ്ങളുണ്ടാക്കി അവയുടെ ഫലം തിന്നും. ഞാൻ ഇസ്രായേലിനെ അവരുടെ ദേശത്ത് നട്ടുപിടിപ്പിക്കും. ഞാൻ അവർക്ക് നൽകിയ ദേശത്ത് നിന്ന് ഇനി ഒരിക്കലും പിഴുതെറിയപ്പെടുകയില്ല. ആമോസ് 9 അധ്യായം 14-15 വചനങ്ങൾ. ലോകമെമ്പാടുമുള്ള അനേകം ആളുകൾ ദൈവം ഇസ്രായേൽ ജനതയെ ദർശിച്ചു എന്നും ഇസ്രായേൽ മനുഷ്യൻ മാത്രമാണ് പുനർജനിച്ചതെന്ന് പ്രഖ്യാപിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. എന്നിരുന്നാലും തൻ്റെ ജനത്തെ എന്നേക്കുമായി നിരാകരിക്കുവാൻ ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തിരുവെഴുത്തുകളിൽ നാം കാണുന്നു. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യെശയ്യാവ് 41 അധ്യായം 9 വചനത്തിൽ കാണുന്നു. ദൈവം എപ്പോഴും യഹൂദ ജനതയെ തൻ്റെ നിബന്ധനകൾക്ക് അനുസൃതമായി ഇസ്രായേൽ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരുവാൻ പദ്ധതിയിട്ടിരുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ 19 നൂറ്റാണ്ടുകളിലെ ആഗോള പ്രവാസത്തിന് ശേഷം യഹൂദ ജനത ഭൂമിയുടെ 4 കോണുകളിൽ നിന്നും വിശുദ്ധ ഭൂമിയിലേക്ക് മടങ്ങി. യെശയ്യാവ് 43 അധ്യായം 5-6 വാക്യങ്ങൾ. ഭയപ്പെടാതെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഇസ്രായേൽ പ്രവാസികൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങുക മാത്രമല്ല, ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ടെമ്പിൾ മൗണ്ട് ഫെയ്ത്ത്ഫുൾ മൂവ്മെൻറ്റിൻ്റെയും ഗ്രാമങ്ങളിലൂടെ മൂന്നാം ക്ഷേത്രം പണിയുവാനുള്ള ഒരുക്കങ്ങൾ പുനരാരംഭിക്കുന്നു. എന്തുകൊണ്ടാണ് മൂന്നാമത്തെ ക്ഷേത്രം പണിയുന്നത്? അതിൻ്റെ അടിസ്ഥാനം വചനത്തിൽ തന്നെ ഉണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 8 അധ്യായം 18 വചനം. ഇതാ, ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. ജെറുസലേമിലെ വിശുദ്ധ ദേവാലയം ഒരിക്കലും കേവലം ഒരു കെട്ടിടമോ ഘടനയോ ആയിരുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ ദൈവിക സാന്നിധ്യത്തിനുള്ള ഭൂമിയിലെ വാസസ്ഥലമായിരുന്നു. ദൈവം പറയുന്നു, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുന്നതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയട്ടെ. പുറപ്പാട് 25 അധ്യായം 8 വചനം. പുറപ്പാട് 40 അധ്യായം 34 വചനം. 1 രാജാക്കന്മാർ 8 അധ്യായം 11 വചനം. ഈ വാസസ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞതായിരുന്നു. ഈ ദൈവിക സാന്നിധ്യം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നതിന് യെഹെസ്കേൽ പ്രവാചകൻ സാക്ഷ്യം വഹിച്ചു. യെഹെസ്കേൽ 10 അധ്യായം 18-19 വചനങ്ങൾ. എന്നാൽ വിശുദ്ധ നഗരമായ ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ ദൈവത്തിൻ്റെ നിത്യവും സ്ഥിരവുമായിട്ടുള്ള വാസസ്ഥലം പുനർനിർമ്മിക്കുന്നതും ഇദ്ദേഹം കണ്ടു. കർത്താവിൻ്റെ മഹത്വം കിഴക്കോട്ട് ദർശനമുള്ള കവാടത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഇത് എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ പാദങ്ങൾക്കുള്ള സ്ഥലവും ആണ്. ഇവിടെയാണ് ഞാൻ ഇസ്രായേലിയരുടെ ഇടയിൽ എന്നേക്കും വസിക്കാൻ പോകുന്നത്. യെഹെസ്കേൽ 43 അധ്യായം 4 വചനം. മധ്യകാല തത്വചിന്തകനും തോറയുടെ പണ്ഡിതനുമായിട്ടുള്ള റബി മോസസ് മെമോരിഡസ് ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട പ്രാഥമിക ലക്ഷ്യങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത്.
ഉടമ്പടിയുടെ പെട്ടകത്തിൻ്റെ കാരുണ്യ ഇരിപ്പിടത്തിന് മുകളിൽ വസിച്ചിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തുക. പുറപ്പാടിൻ്റെ പുസ്തകം 25-ാം അധ്യായം 22-ാം വചനം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന് മേൽ നിന്ന് സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരുളിച്ചെയ്യും. ഇതാണ് യെരൂശലേം ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള 1-ാമത്തെ ലക്ഷ്യം. 2-ാമത്തെ ലക്ഷ്യം ആവശ്യമായിട്ടുള്ള യാഗങ്ങൾ അർപ്പിക്കുവാൻ സൗകര്യം ഒരുക്കലാണ്. AD 70-ൽ 2-ാം ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടതിനു ശേഷം യഹൂദ ജനങ്ങൾക്കും ഈ യാഗങ്ങൾ അർപ്പിക്കുവാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ തോറയിലെ 613 കൽപ്പനകളിൽ 202 എണ്ണവും ക്ഷേത്രമില്ലാതെ നടത്താനാവില്ല. ജെറുസലേമിൽ ഒരു ക്ഷേത്രമില്ലാതെ യഹൂദന്മാർ ഇപ്പോൾ തങ്ങളുടെ പ്രാദേശിക സമൂഹ സിനഗോഗുകളിലും തോറ പഠനത്തിലും ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. മൃഗബലി അർപ്പിക്കുന്നതിന് പകരം അവർ ഇപ്പോൾ പ്രാർത്ഥന, പശ്ചാത്താപം, ദാനധർമ്മം എന്നിവ അർപ്പിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പ്രാവചനിക രചനകളിൽ അന്ത്യകാലത്ത് പുനർനിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന് പങ്കിനെക്കുറിച്ചുള്ള സുപ്രധാന വിശദാംശങ്ങൾ നമുക്ക് കാണാം. യഥാർത്ഥ മിശിഹയുടെ മടങ്ങിവരവിനു മുൻപ് എതിർ ക്രിസ്തു 3-ാം ദൈവാലയത്തെ അശുദ്ധമാക്കുമെന്ന് ദാനിയേലും യേശുക്രിസ്തുവും വചനത്തിലൂടെ നമ്മോട് പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 15-16 വാക്യങ്ങൾ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നത് പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. എതിർ ക്രിസ്തുവിനെക്കുറിച്ച് പൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള ഭാഗം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശുദ്ധ ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും ചെയ്യും. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? മഹാകഷ്ടകാലത്ത് 3-ാമത്തെ ക്ഷേത്രം നിലനിൽക്കും. വരാനിരിക്കുന്ന എതിർ ക്രിസ്തു അതിൽ പ്രവേശിച്ച് കഷ്ടതയുടെ മധ്യത്തിൽ യാഗങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ ദാനിയേൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ 9-ാം അധ്യായം 27-ാം വചനം. ഇപ്പോൾ എതിർ ക്രിസ്തുവിനെ തടുത്തു നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴാണോ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നത് ആ സമയത്ത് മാത്രമാണ് എതിർ ക്രിസ്തു പ്രത്യക്ഷമാവുന്നത്.